നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ കാലത്ത് ഫ്രിഡ്ജില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ എല്ലാവരും ഫ്രിഡ്ജിലേക്കാണ് വെക്കുക. പിറ്റേ ദിവസം തന്നെ അത് ചൂടാക്കി കഴിക്കുന്നതും ഇന്നൊരു പതിവാണ്. പക്ഷെ പലപ്പോഴും ഫ്രിഡ്ജിൽ ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങൾ എടുത്ത് വീണ്ടും അത് ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് വലിയ അപകടമാണ് എന്നുള്ള മുന്നറിയിപ്പ് പലപ്പോഴും നൽകാറുണ്ട്. ഏതായാലും ഇപ്പോൾ ചില ദുരൂഹതകളാണ് ഉയരുന്നത്. കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 7 വയസ്സുകാരി മരിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണം കഴിച്ച് തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം മറ്റേതെങ്കിലും രീതിയിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതാണോ എന്നുള്ള കാരണങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അത് ഇനി 7 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ മാത്രമായിരിക്കും മനസ്സിലാവുക. സംഭവം കുറ്റിപ്പുറം എടച്ചലം കരിമനയ്ക്കൽ ഹക്കീമിന്റെ മകൾ ലസ്നയ്ക്കാണ് സംഭവിച്ചിരിക്കുന്നത്. കാർത്തല മാർക്സ് ഇംഗ്ലീഷ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ലസ്നയുടെ മാതാവ് ഷഹല, സഹോദരി മിൻസ എന്നിവരെയും മറ്റു 3 കുടുംബാംഗങ്ങളെയും ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു. അതായത് ഈ കുട്ടി മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന ഈ കുട്ടിയുടെ സഹോദരിയും അതുപോലെ തന്നെ മാതാവും മറ്റുള്ള 3 അവരുടെ ബന്ധുക്കളും കൂടി ഇത്തരത്തിൽ കഴിച്ചിട്ടുണ്ട്. അവരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവരിപ്പോൾ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണകാരണം ഭക്ഷ്യവിഷബാധയാണോ എന്ന് സംശയമുണ്ട്. ഇനി ഇവർ എന്ത് ഭക്ഷണമാണ് കഴിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം തന്നെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഇനി അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമായിരിക്കും പോലീസിനും ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഗർഭിണിയായ ഷഹലയ്ക്കും മറ്റൊരു മകൾ മിൻസയ്ക്കും കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡ്രിപ്പ് നൽകി ചികിത്സ തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ലസ്ന കുഴഞ്ഞു വീണ് മരിച്ചത്. ലസ്നയുടെ മരണത്തിന് പിന്നാലെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വീട്ടിൽ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം കഴിച്ചതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആരോഗ്യ വകുപ്പ് അധികൃതർ വീട്ടിലെത്തി ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം ഭക്ഷ്യവിഷബാധയാണോ എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവൂ. പലപ്പോഴും ഇത്തരത്തിലുള്ള ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അത് വളരെ പഴകിയത്, 1 ദിവസത്തെ 2 ദിവസത്തെ അല്ല, വളരെ പഴകിയ ആഴ്ചകളോളം ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് ഇത്തരത്തിൽ ചൂടാക്കി കഴിക്കുന്ന ഒരു ശീലം അത് നമ്മുടെ ശരീരത്തിന് തന്നെ വളരെ അപകടമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ ഇനി ഇത് തന്നെയാണോ കാരണം എന്നുള്ളതിൽ വ്യക്തതയില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഭക്ഷണമാണോ വാങ്ങിയത്, അത് ഇത്തരത്തിൽ സൂക്ഷിച്ചതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്കായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെയും കൂടി റിസൾട്ട് വന്നാൽ മാത്രമായിരിക്കും പിന്നിലുള്ള കാരണം, മരണത്തിന് പിന്നിലുള്ള കാരണം ഇത് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും വിശപ്പും മടിയും കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണങ്ങൾ ചൂടാക്കാതെ കഴിക്കുന്നവരുമുണ്ട്. അതും വളരെ അപകടം നിറഞ്ഞൊരു ശീലമാണ്. ആ ശീലം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. റെഫ്രിജറേറ്ററിൽ ഭക്ഷണം സൂക്ഷിക്കുന്നത് ബാക്ടീരിയകളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നുണ്ടെങ്കിലും ഇവ പൂർണ്ണമായും ആരോഗ്യത്തിന് നല്ലതാണ് എന്നതല്ല. തണുത്ത ഭക്ഷണം കഴിക്കുന്നത് പോഷകങ്ങളുടെ ആഗിരണം കുറയ്ക്കുന്നതിനും പല്ലിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ലിസ്റ്റീരിയ അല്ലെങ്കിൽ സാൽമണല്ല പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അത് ഭക്ഷ്യജന്യ രോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിലൂടെ ഭക്ഷണം കേടാകുന്നത് തടയുമെങ്കിലും ഭക്ഷണത്തിന്റെ പോഷക ഗുണം പൂർണ്ണമായും സംരക്ഷിക്കാൻ അതിന് കഴിയില്ല. കാലക്രമേണ വൈറ്റമിൻ സി, ചില ബി വൈറ്റമിനുകൾ എന്നിവ തണുപ്പിച്ച അവസ്ഥയിൽ വിഘടിച്ചേക്കാം. അവശേഷിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ അല്ലെങ്കിൽ വേവിച്ച് ധാന്യങ്ങൾ എന്നിവ ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചാൽ കുറഞ്ഞ ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം ഉണ്ടാകാം. പോഷകങ്ങൾ കുറഞ്ഞ അത്തരം ഭക്ഷണം തുടർച്ചയായി കഴിക്കുന്നതിലൂടെ ഭക്ഷണത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം ക്രമേണ കുറച്ചേക്കാം. തണുത്ത ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ദന്താരോഗ്യത്തിന് ഹാനികരമാണ്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം പെട്ടെന്നുണ്ടാകുന്ന താപനിലയിലെ വ്യത്യാസം പല്ലുകൾക്കും ദോഷമായി ബാധിക്കുന്നു. പല്ലുകളുടെ ഇനാമിൽ നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുന്നു.
ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണങ്ങൾ നേരിട്ട് കഴിക്കാതെ ചെറിയ രീതിയിൽ ചൂടാക്കിയ ശേഷം കഴിക്കുന്നതും പല്ലുകളെ സംരക്ഷിക്കുന്നു. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലെ പ്രധാന അപകടം ഭക്ഷ്യജന്യ രോഗങ്ങളാണ്. ഭക്ഷണം നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിലോ ദീർഘകാലം സൂക്ഷിക്കുന്നതിലൂടെയോ ലിസ്റ്റീരിയ അല്ലെങ്കിൽ പലതരത്തിലുള്ള അപകടം നിറഞ്ഞ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഭക്ഷണം ചൂടാക്കാതെ കഴിക്കുന്നതിലൂടെ ഛർദി, വയറുവേദന, വയറിളക്കം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ചൂടാക്കി കഴിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഇവയെ നശിപ്പിക്കാമെങ്കിലും ദീർഘകാലം ഇങ്ങനെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, ഗർഭിണികൾ, പ്രായമായവർ എന്നിവരിലും ഇത്തരം അണുബാധകൾ പെട്ടെന്ന് വരുന്നു. അതിനാൽ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മിച്ചം വരുന്ന ഭക്ഷണം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് വളർച്ചയെ മന്ദഗതിയിലാക്കുകയുള്ളൂ, അതല്ലാതെ അവയെ ഇല്ലാതാക്കുന്നില്ല. അത്തരം ഭക്ഷണം വീണ്ടും ചൂടാക്കാതെ തണുപ്പിച്ചു കഴിക്കുന്നത് ദഹനനാളത്തിന്റെ അസ്വസ്ഥതയ്ക്കും ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. കാരണം ഇതിപ്പോൾ ഇത് തന്നെയാണ് കാരണം എന്നുള്ളതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ ഫ്രിഡ്ജിൽ വീണ്ടും വീണ്ടും ആഴ്ചകളോളം പഴക്കമുള്ള ഭക്ഷണം വെക്കുകയും അത് ചൂടാക്കി വീണ്ടും ഉപയോഗിച്ച് കഴിക്കുന്നതിലൂടെയും ചൂടാക്കാതെ കഴിക്കാതെ വരുമ്പോഴും വളരെ അപകടം നിറഞ്ഞിട്ടുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ വഷളാക്കും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അടുക്കള കൈകാര്യം ചെയ്യുന്നവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ അതൊക്കെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നവരൊക്കെ തന്നെ സൂക്ഷിക്കുക.